ഹലോ ഗായ്സ്. അപ്പം ഇന്നത്തെ ഇൻട്രോ കണ്ടപ്പോൾ എന്നെ മനസ്സിലായിട്ടുണ്ടായിരിക്കും ഞങ്ങളിന്ന് കൊടുങ്ങല്ലൂർ അമ്പലത്തിൽ പോവാണ് കേട്ടോ. അപ്പോൾ എപ്പോഴത്തെ പോലെ തന്നെ ലേറ്റായിട്ട് അപ്ലോഡ് ചെയ്യുന്നൊരു വീഡിയോ ആണ് ഇതും. അതെന്താ അങ്ങനെയൊന്നും അറിയില്ല കേട്ടോ. ഞാൻ എപ്പോഴാണെങ്കിലും 7 മൈനാലും കഴിഞ്ഞിട്ടാണ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. അത് എനിക്കും അറിയാം കേട്ടോ. അതെന്ന് വെച്ചാൽ എടുക്കണ ആ ഒരു താല്പര്യം എനിക്ക് എഡിറ്റ് ചെയ്യാനും വോയിസ് കൊടുക്കാനും ഉണ്ടാവാറില്ല. അപ്പോൾ ഇന്നത്തെ ദിവസങ്ങൾ എന്തൊക്കെ നടന്നു എന്നുള്ളത് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ കാണിക്കാം കേട്ടോ. ആരൊക്കെ ഈ യാത്രയിൽ ഉണ്ട്, കൂടെ ഉണ്ടാകും ഒന്നും അറിയണ്ടായിരുന്നില്ല കേട്ടോ. അച്ഛനും അമ്മയും പോവാനിരുന്ന സമയത്ത് ഞാനും പോരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് അതിൽ ഇടിച്ചു കയറി വന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ ആകെ ഒരു സമാധാനം എന്ന് പറഞ്ഞാൽ കൊണ്ടോട്ടി ചേപ്പിലിക്കുന്ന ഭാഗത്ത് എനിക്ക് ഒരുവിധപ്പെട്ട ആൾക്കാരൊക്കെ ഈ പരിചയത്തിൽ അറിയാം. അങ്ങനെ ഒരു ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. പക്ഷേ ബസ്സിലെത്തിയ സമയത്ത് എനിക്ക് അങ്ങനത്തെ ഒരു പ്രശ്നമേ തോന്നിയില്ല കേട്ടോ. കാരണം അച്ഛൻ്റെ ഫ്രണ്ട്സ് ആണെങ്കിലും എല്ലാവരും നല്ല വൈബായിരുന്നു. അതിലേറെ കുറച്ച് അച്ഛമ്മമാരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവരൊക്കെയാണ് ഏറ്റവും അടിച്ച് പൊളിച്ചത്. ഇവർ പാട്ട് ഓണാക്കുന്ന സമയത്ത് തന്നെ ബാക്കിലേക്ക് ഇങ്ങനെ നോക്കുക, ഡാൻസ് കളിക്കാനായോ. അപ്പം ഞാൻ തുടക്കത്തിലൊന്നും ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അച്ഛൻ്റെ ഫ്രണ്ട്സ് അവരിങ്ങനെ നിർബന്ധിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ ഒരു കാര്യം എന്ന് വെച്ചാൽ ഭയങ്കര തലവേദനയായിരുന്നു. അതുകൊണ്ട് എനിക്ക് അങ്ങനെ ചാടി കളിക്കാനോ ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ കുറച്ച് നേരമൊക്കെ അച്ഛൻ്റെ കൂട്ടത്തിൽ പോയി ഡാൻസൊക്കെ കളിച്ചിട്ടോ. അപ്പം ഞങ്ങൾ അമ്പലത്തിൻ്റെ അടുത്ത് തന്നെ കുറച്ച് മാറിയിട്ടൊരു വീടെടുത്ത് താമസിക്കുകയായിരുന്നു. അപ്പോൾ 2 ദിവസം നിൽക്കാനുണ്ടല്ലോ. കാരണം കഴിഞ്ഞ മാസം 29-ാം തീയതി ഒരു ഉച്ചയോട് കൂടി ഞങ്ങൾ ഇവിടുന്ന് പോയിട്ടുണ്ടായിരുന്നത്. നല്ല തിരക്കായിരുന്നു കേട്ടോ. അതിലേറെ അപ്പുറത്ത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അവിടുത്തെ ഓരോ കാര്യങ്ങളും ഞാൻ അത്രയും ആകാംക്ഷയോട് കൂടിയാണ് കേട്ടോ കണ്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എനിക്ക് ഇനി ദൈവത്തിൻ്റെ ഒരു ഭാഗ്യം ഉണ്ടെങ്കിൽ ഇനി അവിടെ പോകണമെന്ന് എനിക്ക് ഭയങ്കരമായിട്ട് ആഗ്രഹം തോന്നി. അപ്പോൾ എനിക്ക് അവിടുന്ന് പോരാൻ വേണ്ടിയിട്ട് ഒട്ടും തോന്നിയിട്ടുണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ അപ്പോൾ ഇന്നത്തെ ദിവസങ്ങൾ ഇത്രയാണ് നടന്നത്. താങ്ക്സ് ഫോർ വാച്ചിങ്.